2020 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 8 റൺസിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ജയിച്ചതോടെ ഓസ്ട്രേലിയ സെമി കാണാതെ പുറത്തായി. ലോക ക്രിക്കറ്റിൽ പുതുചരിത്രം രചിക്കുന്നു അഫ്ഗാനിസ്ഥാൻ. അട്ടിമറിക്കാരോ ചെറിയ മീനുകളോ അല്ല, അത്ഭുതമെന്ന് പറയാനും കഴിയില്ല. ഇത് ഞങ്ങൾ കളിച്ചു ജയിച്ചത്, പോരാടി നേടിയത്. ലോകമേ കണ്ടുകൊള്ളുക, ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ. സ്വപ്നം കാണാൻ ഭയപ്പെട്ട ജനതയുടെ അസാധ്യമെന്ന് തോന്നിയ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാകുന്നു. ലോകകപ്പ് ഫൈനൽ കാണുന്ന ത്രിൽ, ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞു. മഴ വന്നും പോയും നിന്നു. ഡക്വർത്ത് ലൂയിസ് നിയമം ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷേ അഫ്ഗാന്റെ ആവേശം തണുപ്പിക്കാൻ ആ ചാറ്റൽ മഴയ്ക്ക് കഴിയുമായിരുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്തത് അഫ്ഗാൻ. തീരുമാനം പാളിയോ എന്ന് ചിന്തിച്ചുപോയി. 43 റൺസെടുത്ത റഹ്മത്തുള്ള ഗുർബാസ് മാത്രം തിളങ്ങി. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റിന് 115 റൺസ്. ചെറിയ ലക്ഷ്യത്തിലേക്ക് ബംഗ്ലാദേശ് ബാറ്റേന്തി. മഴയും കളിച്ചപ്പോൾ 19 ഓവറിൽ 114 റൺസ് ലക്ഷ്യം. വിക്കറ്റുകൾ ഒരു വശത്ത് വീണുകൊണ്ടിരുന്നു. ലിറ്റൺ ദാസ് മറുവശത്ത് മഹാമേരുവായി നിലയുറപ്പിച്ചു. അർദ്ധ സെഞ്ചുറിയുമായി പോര് നയിച്ചു. പക്ഷേ അഫ്ഗാന്റെ അടങ്ങാത്ത വിജയതൃഷ്ണ സെമിയുടെ വാതിൽ തുറന്ന താക്കോലായി. മുസ്തഫിസുർ റഹ്മാനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി നവീൻ ഉൽഹബ് എറിഞ്ഞ പന്ത്, ആ പന്ത് പുതുപ്പിറവിയാകുന്നു. അഫ്ഗാൻ ക്രിക്കറ്റിൽ പുതിയ ഇന്നിംഗ്സിന് തുടക്കമിട്ട പന്ത്. ഒരു വശത്ത് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതുനാമ്പുകൾ തളിരിട്ടു. മറ്റൊരിടത്ത് നിരാശ ബാക്കിയായി. ഏകദിന ലോകകപ്പിനൊപ്പം കുട്ടി ക്രിക്കറ്റും തൂക്കാനെത്തിയ ഓസീസ് പുറത്തേക്ക്. ഇന്ത്യയോട് ഇന്നലെ തോറ്റത് മുൻ ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായി. ഓസീസിനൊപ്പം ബംഗ്ലാദേശും പുറത്തായി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാന് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.